പേടിയാവണ? എന്തിനു പേടിക്കുന്നത്? നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല പാപ്പരാത്തികളെ. ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാം ഏതോ കേസിലെ പ്രതികളാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ വെളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെലിബ്രേറ്റ് അല്ലേ, നിങ്ങൾ ഇങ്ങനെ കാണിച്ചാലോ? അതിന് ഞാൻ ഒന്നും കാട്ടിയില്ലല്ലോ. നിങ്ങളെ എന്റെ ഹൈ ആംഗിളും ലോ ആംഗിളും എടുക്കും. ഇതാര്? നീ മറ്റേ കുയിലിന്റെ ആളല്ലേ? നീ പെണ്ണുങ്ങളെ ഹൈ ആംഗിളും ലോ ആംഗിളും എടുപ്പത്തി കൂടുതലാണല്ലേ നിനക്ക്? ചിരിക്കട്ട കൊച്ചു കള്ള. ഭവണ എന്റെ മറ്റേ കുയിലിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? എടാ, വിവാദ വീഡിയോകളൊക്കെ ഞാൻ കാണാറുണ്ട്. നീ മിക്കവാറും നീ ഹൈ ആംഗിൾ ലോ ആംഗിളല്ലേ എടുക്കണത്. എനിക്ക് ആംഗിളുകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാ. നീ എന്റെ ലോ ആംഗിൾ ഒന്നിടാ. ഈ പാപ്പരാജി ദാരിദ്ര്യവാസികളെ ഇടയിൽ നീ പെട്ടെന്ന് അകത്ത് പോടാ. പ്രോഗ്രാമിന് പരിപാടിക്ക് പോടാ, പോടാ ഫംഗ്ഷന് പോടാ. ഇവരെയൊക്കെ കാർത്തിക് ചന്ദ്രൻ ഫംഗ്ഷന് കയറ്റിയില്ലേ? പാപ്പരാജികളെ, നിങ്ങളൊന്നും കാർത്തിക് ചന്ദ്രൻ അകത്ത് കയറ്റിയില്ല അല്ലേ? എടാ, നമ്മുടെ ഭാഗ്യമാടാ, വല്ലവനെയൊക്കെ താങ്ങി പിടിച്ചൊക്കെ ഈ കോലത്തിൽ ഇവിടെ എത്തി. അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. പാപ്പരാജികളെ കേട്ടാ, പോട്ടാ. എടാ, ടോമി അവിടെ ഇരിപ്പുണ്ട്, നമുക്കൊന്ന് അയാളടുത്ത് പോവാം. ഓക്കെ. ടോം സാറേ, നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ച് തരികട ബാബു പാപ്പരാച്ചികൾ എന്നൊക്കെ പരാമർശിച്ചല്ലോ, അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് സാറേ? അയ്യോ, ഞാനിപ്പോ എന്താ പറയാനാ, എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേംനസീറിനെ സാറിനെ പറ്റി ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മൊത്തം എല്ലാവരും കൂടി ചേർന്ന് വയറുപേർക്ക് തന്നു. വരണവനും പോണവനും എല്ലാവരും പൂരെ തള്ളയ്ക്ക് വിളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീഡിയക്കാരെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ മീഡിയക്കാരാണ് നമ്മളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നത്. അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ഈ പറയുന്ന പോലെ നിങ്ങളെ വളരാൻ നമ്മൾ സമ്മതിക്കില്ല. പാവപ്പെട്ട ഓൺലൈൻ മീഡിയക്കാര് ഓരോ ഫംഗ്ഷനിലും ക്ഷണിച്ചിട്ടാണ് ചെല്ലുന്നത്, അല്ലാതെ വലിഞ്ഞു കയറി ചെല്ലുന്നതല്ല. അവരെ പാപ്പരാച്ചികൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയത് ഒട്ടും ശരിയല്ല.